അനീഷ് കാണിച്ചത് ഒരു നന്ദികേട് ആണോ ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നന്ദികേട് തന്നെയാണെന്ന് പറയാൻ കഴിയും. അതായത് നമ്മുടെ ബിഗ് ബോസ് വിളിച്ചിരുത്തി ചോദിക്കുന്നുണ്ട് എല്ലാവരോടും. അതായത് ഈ മിഡ് വീക്ക് സസ്പെൻഷനിലേക്ക് നിൽക്കുന്ന ഈ 6 പേരോട് നമ്മുടെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുത്ത ടീം അംഗങ്ങളോട് അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടി കളിക്കുന്നത് നിങ്ങൾക്ക് തൃപ്തികരമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ശാരിക പറയുന്നുണ്ട്, ബിന്നി എനിക്ക് വേണ്ടി കളിക്കുന്നത് എനിക്ക് നല്ലതായിട്ട് തോന്നിയില്ലെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അനീഷ് വന്നിട്ട് പറയുന്നുണ്ട്, അനുമോളും ശരത്തും തന്നെ ചതിക്കുവാണ് എന്ന രീതിയിൽ പറയുന്നു. അനുമോൾ ഗെയിം കളിക്കുന്നില്ല, ശരത്തിന് ടാസ്ക് കളിക്കുമ്പോൾ വെപ്രാളമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരെ സത്യം പറഞ്ഞാൽ അവർ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അനീഷ്. എന്നിട്ടും ഇങ്ങനെ പറയാൻ എങ്ങനെ തോന്നുന്നു എനിക്കറിയില്ല. അവർക്ക് വേണമെങ്കിൽ കളിക്കാതിരിക്കാം, അവർക്ക് എന്തിൻ്റെ കളിക്കേണ്ട ആവശ്യം? കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടല്ല കളിക്കുന്നത്, അനീഷിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. ഇവരെന്തിനാണ് അവരുടെ ബോഡി കളഞ്ഞ് കളിക്കുന്നത്? നല്ല രീതിയിൽ പരിക്ക് പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു ഇന്നലത്തെ ചെളി കിടന്നുള്ള ആ ഒരു ടാസ്ക്, കോയിൻ തപ്പുന്ന ടാസ്കിൽ കാലും കൈ തട്ടുന്നുണ്ടായിരുന്നു, കാലൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും അനീഷ് ഇങ്ങനെ പറഞ്ഞത് വളരെ നന്ദികേടായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേസമയം ശാരിക ബിന്നിയെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് അതൊരു വാലിഡായിട്ട് തോന്നി. കാര്യം ബിന്നി ഇന്നലത്തെ ടാസ്കിൽ ഇന്നലെ ആ ടാസ്ക് തുടങ്ങാൻ പോകുന്ന വരെയും താൻ കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാന നിമിഷം മാറിയിട്ട് അതിലെ 100 രൂപയാണ് ആ ഒരു ഗെയിം കളിച്ചത്. ഇന്ന് അതേപോലെ ടാസ്ക് തുടങ്ങി, പക്ഷേ ആ ഒരു ഫ്രിഡ്ജിൽ ചെറിയ സാധനങ്ങൾ വേണം വെക്കാൻ, പക്ഷേ വലിയൊരു ആ ഒരു പെട്ടിയാണ് ആദ്യമേ ബിന്നി എടുത്തുകൊണ്ട് ഓടിയത്. അതിൽ കയറില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ബിന്നി എടുത്തപ്പോൾ തന്നെ എനിക്കറിയാം ബിന്നിക്ക് ഈ ഗെയിം കളിക്കാൻ താല്പര്യമില്ല. പക്ഷേ അത് ബിന്നിയുടെ ഗെയിം, അത് ശരിയാണ്. ബിന്നിക്ക് കളിക്കാൻ താല്പര്യമില്ല, ബിന്നിക്ക് ശാരീരിക ഔട്ടാക്കാനാണ് താല്പര്യം. അത് ചെയ്തിട്ട് എനിക്ക് തോന്നി അങ്ങനെ. അത് എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അനുവും ശരത്തും നല്ല രീതിയിൽ ഗെയിം കളിച്ചു. അത് ഇന്നലെ ആണെങ്കിലും ഇന്നാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഒരിക്കലും അനീഷ് പറയാൻ പാടില്ലായിരുന്നു. കാര്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചതാണ്. മാത്രമല്ല ഇന്നത്തെ ടാസ്കിൽ ആദ്യമേ രണ്ടാമതാണല്ലോ ബിഗ് ബോസ് ട്വിസ്റ്റൊക്കെ കൊടുത്തത്. ആദ്യമേ ആണ് എന്നുണ്ടെങ്കിൽ അനീഷ് ആയിരുന്നു തന്നെ ഇന്ന് ടാസ്കിൽ വിന്നറാകുന്നത്. പക്ഷെ അവിടെ ബിഗ് ബോസ് ഗെയിം കളിച്ചു. അതുകൊണ്ടാണ് അനീഷിന് പിന്നെ എടുത്ത സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് 3ാമത് ആകേണ്ടി വന്നത്. അല്ലെങ്കിൽ അനീഷ് ആയിരുന്നു തന്നെ ഇന്ന് 1ാമത്തെ സ്ഥാനത്ത് നിൽക്കേണ്ട ആൾ. അതായത് 67-69 പോയിൻറ്റ്സ്, അതായത് സാധനങ്ങൾ അവർ ആ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അനീഷ് ഇങ്ങനെ പറയുന്നത്. അത് വളരെ മോശമാണ്, നന്ദികേട് തന്നെയാണ്. എന്തായാലും ബിഗ് ബോസ് ഇവരുടെ ഗെയിമിൽ വേറൊരു ട്വിസ്റ്റും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഇവർക്ക് പരാതി ഉണ്ടല്ലോ, ഇവരുടെ ടീമിനെ കൊണ്ട് ഇവർക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നില്ല എന്ന രീതിയിൽ അനീഷിനും ശാരികയ്ക്കും പരാതിയുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഈ ടീമിനെ ഒന്ന് ഷഫിൾ ചെയ്തു. അതായത് ഇവരെ പേരെഴുതിയൊരു ബൗളിലിട്ടിട്ട് ഇവരെ കൊണ്ട് തന്നെ പിക്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ ആദ്യം വന്ന് എടുത്തത് നമ്മുടെ റെന ഫാത്തിമയാണ്. റെന ഫാത്തിമ വന്ന് ശരത്തിൻ്റെയും ബിന്നിയുടെയും പേരാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇനി മുതൽ റെന ഫാത്തിമയ്ക്ക് വേണ്ടി കളിക്കുന്നത് ശരത്തും ബിന്നിയും ആയിരിക്കും. അതുപോലെ തന്നെ സരികയ്ക്ക് വേണ്ടി കളിക്കുന്നത് അക്ബറും അനുമോളും ആയിരിക്കും. അവർ രണ്ടുപേരുടെ പേരാണ് സരിക സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ രേണു വന്ന് എടുത്ത പേപ്പറിൽ നമ്മുടെ ഷാനവാസും അതുപോലെ തന്നെ നിവീൻ്റെയും പേരാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി രേണുവിന് വേണ്ടി ഗെയിം കളിക്കുന്നത് ഷാനവാസും നിവീനുമായിരിക്കും. അതുപോലെ ശാരികയ്ക്ക് വേണ്ടി ഗെയിം കളിക്കുന്നത് ബിൻസിയും നമ്മുടെ അഭിയുമായിരിക്കും. അതേപോലെ നമ്മുടെ ഒനീൽ സാബുവിന് വേണ്ടി ഗെയിം കളിക്കുന്നത് നമ്മുടെ ഗിസയിലും ആര്യനുമായിരിക്കും. നേരത്തെയും നമ്മുടെ ഗിസയിലും ആര്യനും ഒരു ടീമായിരുന്നു. അതായത് നമ്മുടെ റെന ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അവർ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം നമ്മുടെ സാബു വന്ന് എടുത്തത് ഇവർ രണ്ടുപേരുടെ പേരാണ്. അപ്പം ഇനി മുതൽ സാബുവിന് വേണ്ടിയിട്ട് ഗിസയിലും ആര്യനുമാണ് ഗെയിം കളിക്കുന്നത്. ലാസ്റ്റ് നമ്മുടെ അനീഷ് വന്നു. അനീഷിന് കിട്ടിയത് ശൈത്യ, ആദില, നൂറ. അങ്ങനെയാണ് ഇനി നാളെ തൊട്ട് ഗെയിം കളിക്കാൻ പോകുന്നത്. നാളത്തെ ഗെയിമിൽ ഇനി ഇതേപോലെ ശൈത്യയും ആദിലയും നൂറയും സ്കോർ കൊണ്ട് വന്നില്ലെങ്കിൽ അനീഷ് അവരെയും പറയുമായിരിക്കും ഇവർ ഗെയിം കളിച്ചത് കൊണ്ടാണെന്ന്. നമുക്ക് ഭാഗ്യം, ഈ ഇന്നത്തെ ടാസ്ക് ഒരു ഭാഗ്യമായിരുന്നു. കാര്യം ആദ്യമേ കീ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകാം. ഇന്നലെ ശരത്തിന് അവസാനമാണ് അവർ കീ കിട്ടിയത്. അതുകൊണ്ടാണ് അവർക്ക് സ്കോർ കുറഞ്ഞു വന്നത്. ഇന്ന് അവർ തോനെ പോയിൻറ്റ്സ് കളക്ട് ചെയ്തു. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഇതായിരുന്നു. അത് ബിഗ് ബോസ് കൊടുത്തത് ട്വിസ്റ്റായിരുന്നു. എന്നിട്ടും അനീഷിന് ഇത് മനസ്സിലായിട്ടും അനീഷ് കാണിച്ചത് നന്ദികേട് തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.